നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു കൊലപ്പെടുത്തിയ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. റോഡിൽ വീണ കുഞ്ഞുമോളുടെ ദാരുണാന്ത്യം പ്രതികൾ കാർ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി കടന്നു കളഞ്ഞതോടെ അജ്മൽ ചന്ദനമോഷണം അടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. ഇരുവരും യാത്ര ചെയ്തത് മദ്യലഹരിയിൽ. മൈനാഗപ്പള്ളിയിൽ അപകടമുണ്ടാക്കിയ കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് പരിക്കേറ്റ ഫൗസിയ. കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി. എതിർദിശയിലേക്ക് വീണതിനാലാണ് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഫൗസിയ. നിപ്പയുടെ തീവ്രവ്യാപനം തടയാൻ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിച്ചും മാസ്ക് നിർബന്ധമാക്കിയും മലപ്പുറം ജില്ലാ ആരോഗ്യ ജാഗ്രതയിൽ. മദ്രസയും വിദ്യാലയങ്ങളും സിനിമാശാലകളും അടച്ചു. രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. സമ്പർക്ക പട്ടികയിലുള്ളത് 175 പേർ. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 13 പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പുതിയ ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് നാളെ അറിയാം. കെജ്രിവാളിന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. നാളെ വൈകിട്ട് 4:30 കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി നൽകും. തിരക്കിട്ട കൂടിയാലോചനകളുമായി ആം ആദ്മി പാർട്ടി. ജമ്മു കശ്മീരിൽ 24 മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. കേമ കമ്മിറ്റിയിലെ മൊഴികൾ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനൽ നടത്തിയ അട്ടിമറിയിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് WCC. ചാനലിന് വിവരം കിട്ടിയതിന് പിന്നിൽ കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരെന്ന് ഗുരുതര ആരോപണം. പുറത്തുവിടുമെന്ന് നേരത്തെ പറഞ്ഞ ചാനലിനെ സർക്കാർ തടഞ്ഞില്ലെന്ന് നടി രഞ്ജിനി 24നോട്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ സിനിമാ മേഖലയിൽ പുതിയ സംഘടന രൂപീകരിക്കാൻ നീക്കം. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, റിമ കല്ലിങ്ങൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ. അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് സർക്കാർ. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും കേരളത്തിന്റെ സത്യവാങ്മൂലം. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ പശ്ചിമബംഗാൾ നടിയുടെ രഹസ്യമൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും. കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുമ്പാകെയാകും നടി ഹാജരാവുക. എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓൺലൈൻ വഴി മൊഴി കൈമാറും. വയനാട് ദുരന്തത്തിൽ സർക്കാർ തിട്ടപ്പെടുത്തിയ ചെലവ് കണക്കുകൾ പുറത്ത്. ഇരകൾക്ക് ചെലവായതിനേക്കാൾ പണം ഒഴുക്കിയത് വോളണ്ടിയേഴ്സ് അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർക്ക്. രക്ഷാകരമായി വന്ന എയർഫോഴ്സിന് ഹെലികോപ്റ്റർ ചാർജായി കൊടുക്കേണ്ടി വരിക 17 കോടി. ഉയർന്ന കണക്കുകൾ കേന്ദ്രവിഹിതം കുറയാതിരിക്കാൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തന ചെലവ് പെരുപ്പിച്ചു കാട്ടിയെന്ന ആരോപണം തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വാർത്താസമ്മേളനം വിളിക്കുമെന്ന് മന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. 24 വാർത്തയിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരള ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി നേരിട്ട ആലപ്പുഴ പെരുമ്പളത്തെ ക്യാൻസർ ബാധിത കുടുംബത്തിന് വീടിന്റെ ആധാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൈമാറി. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇടപെടലെന്നും കുടുംബത്തിന് ചികിത്സാ സഹായം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ അന്ത്യശാസനം. ഉടൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്ന് മുന്നറിയിപ്പ്. 1.5 മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശം. റേഷൻ വിതരണത്തെ ബാധിക്കില്ലെന്നും ഒക്ടോബർ 10-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ. ജമ്മുകശ്മീരിൽ 24 മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. മറ്റന്നാൾ ബൂത്തിലെത്തുന്നത് 24 മണ്ഡലങ്ങൾ. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി തുടങ്ങിയവർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-ന്. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ തിരച്ചിൽ ഈ ആഴ്ച പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ നാളെ പുറപ്പെടും. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണെന്ന് ജില്ലാ ഭരണകൂടം. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിന് താഴെ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. കേരളത്തിലും വർണ്ണാഭമായി നബിദിനം ആഘോഷിച്ചു. മദ്രസകളും പള്ളികളും കേന്ദ്രീകരിച്ച് പ്രത്യേക പരിപാടികൾ നടത്തി. മതമൈത്രി വിളിച്ചോതി ഘോഷയാത്ര. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം. ആക്രമണത്തിൽ ASI ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 4 പേർക്കെതിരെ കേസ്. ഫോൺ ചോർത്തൽ ഭരണഘടനാ അവകാശങ്ങൾക്കും സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്കുമെതിരായ നടപടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.
അനുമതിയില്ലാതെ ഫോൺ ചോർത്തുന്നത് അംഗീകരിക്കാനാകില്ല. പലയിടത്തു നിന്നും ഇത് സംബന്ധിച്ച പരാതികൾ ഉയരുന്നു. അധികാരം ലഭിച്ചാൽ എല്ലാമായി എന്ന് കരുതുന്ന ചിലരുണ്ട്. എന്നാൽ എല്ലാറ്റിനും മുകളിൽ നിയമമാണെന്നും ഗവർണർ. ഫോൺ ചോർത്തലിൽ PV അൻവർ MLA-ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP നേതാവ് V മുരളീധരന്റെ കത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സംസ്ഥാനത്ത് ഫോൺ ചോർത്താനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കത്തിൽ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ മലയാളികൾ കുടുങ്ങിക്കിടന്ന സംഭവത്തിൽ ഇടപെടൽ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൂടുതൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കും. ഇവരെ മോചിപ്പിക്കുന്നത് ദുഷ്കരമെന്ന് കേന്ദ്രമന്ത്രി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആൾ ഡോക്ടറെ ആക്രമിച്ചതിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സും മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ചർച്ച പൂർത്തിയായി. ചർച്ച 1.5 മണിക്കൂറിലധികം നീണ്ടു. പോലീസ് കമ്മീഷണറെയും ആരോഗ്യ സെക്രട്ടറിയെയും മാറ്റണമെന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നാവായിക്കുളത്ത് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്ന് സംശയം. ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിതയാണ് മരിച്ചത്. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് LHB കോച്ചുകൾ അനുവദിച്ച റെയിൽവേ. ജനശതാബ്ദിയുടെ പഴയ കോച്ചുകൾ മാറ്റണമെന്ന യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുന്നു. പാലക്കാട് വടക്കഞ്ചേരി തങ്കം ജംഗ്ഷനിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച അപകടം. 20ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. ബംഗളൂരുവിൽ ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ മലയാളി യുവാവ് മരിച്ചു. മരിച്ചത് ഇടുക്കി കല്ലാർ തൂക്കുപാലം സ്വദേശി ദേവനന്ദനൻ. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാരിന്റെ പക്കൽ നിന്ന് പണം ചെലവായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. മൃതദേഹങ്ങൾ സംസ്കരിച്ചത് ബന്ധുക്കളും സന്നദ്ധ പ്രവർത്തകരും കൂടി. സർക്കാർ പുറത്തുവിടുന്നത് കള്ളക്കണക്കാണെന്ന് PMA സലാം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പരാമർശവുമായി ശിവസേന MLA ആയ സഞ്ജയ് ഗെയ്ക്വാദ്. രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പരാമർശം. സഞ്ജയ് ഗെയ്ക്വാദിന്റെ പരാമർശത്തെ BJP സംസ്ഥാന ഘടകം തള്ളി. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ദക്ഷിണ കൊറിയയെ 4-1 തകർത്തു. നായകൻ ഹർമൻപ്രീത് സിംഗ് ഇരട്ട ഗോൾ നേടി. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ചൈനയെ നേരിടും. കൊല്ലം നിലമേലിൽ മാതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ. നിലമേൽ കൈതക്കുഴി പുത്തൻ വീട്ടിൽ നോജിനാണ് അറസ്റ്റിലായത്. സാമ്പത്തിക തർക്കമാണ് കൊലപാതക ശ്രമത്തിന് പിന്നിൽ. ചെന്നൈയിൽ സർക്കാർ ബസ് സർവീസ് റോഡിലേക്ക് മറിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാധവരം സ്വദേശി ദിനേശാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 30ഓളം പേർക്ക് പരിക്കേറ്റു. ഇ-സിം സംവിധാനത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്നെന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ഉപയോക്താക്കളെ ബന്ധപ്പെടുക. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം. BJP-യിലേക്ക് പോകുന്നുവെന്ന് വ്യാജ വാർത്ത നൽകിയ മാധ്യമത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. താൻ എങ്ങനെയാണ് കോൺഗ്രസുകാരനായത് എന്ന് പൊതുസമൂഹത്തിന് അറിയാം. ഓണാശംസ നേർന്നതിന്റെ പേരിലാണ് വ്യാജ വാർത്ത നൽകിയതെന്ന് ഡീൻ കുര്യാക്കോസ്. കൊല്ലം അഞ്ചൽ കോട്ടുക്കലിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 11-കാരൻ മരിച്ചു. കോട്ടുക്കൽ സ്വദേശി രതീഷ് മീനു ദമ്പതികളുടെ മകൻ വൈഷ്ണവാണ് മരിച്ചത്. കോഴിക്കോട് കുറ്റ്യാടിയിൽ തെരുവുനായ ആക്രമണം. 8 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട കോന്നിയിൽ ചാരായവേട്ട. ആയിരവൺ സ്വദേശി ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് എക്സൈസ് സംഘം 70 ലിറ്റർ ചാരായവും കോടയും പിടികൂടി. 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച അതിഥി തൊഴിലാളി പിടിയിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് രാത്രി 7 മണിയോടെയാണ് സംഭവം. അസം സ്വദേശി നൂറുൽ ആദമിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കോട്ടയത്ത് വൻ കുഴൽപ്പണ വേട്ട. അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിയ 67 ലക്ഷത്തോളം രൂപ പിടികൂടി. ഇടുക്കി സ്വദേശിയായ മനോജ് മണിയിൽ നിന്നാണ് പണം പിടികൂടിയത്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കുന്നംകുളം വടുതല വട്ടംപാടത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പടപ്പ് സ്വദേശി നിസാർ ഷെഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേർപ്പ് ചെറുജേനം മഹല്ല് കമ്മിറ്റി നബിദിന റാലി നടത്തി. ചേർപ്പ് ചെറുജേനം മഹൽ പ്രസിഡന്റ് KA അബ്ദുൽ സലാം രാവിലെ 7 മണിക്ക് പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് ഇരവിപേരൂർ മണ്ഡലം കമ്മിറ്റി ലക്കി ഡ്രോ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി ഫണ്ട് ശേഖരണാർത്ഥമാണ് ലക്കി ഡ്രോ കൂപ്പൺ ഇറക്കിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അലക്സ് കെ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എഴുകുംവയൽ അരുൺ അലോഷ്യസ് റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം നടത്തിയ എഴുകുംവയൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി. ചെറിയ മഴ പെയ്യുമ്പോൾ കാൽനട യാത്ര ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. കൊച്ചി മരോട്ടിച്ചോട് കൊലപാതക കേസിൽ ഒരാൾ പിടിയിൽ. കൊല്ലം സ്വദേശി ഷമീറാണ് പിടിയിലായത്. ഇന്നലെ പുലർച്ചെയോടെ
മരോട്ടിച്ചോട് പാലത്തിന് സമീപം പ്രവീണിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വർക്കല വാഹനാപകടത്തിൽ മരിച്ച 3 പേരെയും തിരിച്ചറിഞ്ഞു. കരിപ്പുറം സ്വദേശികളായ ആനന്ദബോസ്, ആദിത്യൻ, വർക്കല പുന്നമൂട് സ്വദേശി ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇടവ തോട്ടുമുഖം സ്വദേശി സനോജ്, വർക്കല ജനാർദ്ദന സ്വദേശി വിഷ്ണു എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടമുണ്ടായത് ഇന്നലെ അർദ്ധരാത്രി. തിരുവനന്തപുരത്ത് വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്നു. കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് സമീപം പഴക്കട നടത്തുന്ന ഷിബുവിന്റെ 54,000 രൂപയാണ് കവർന്നത്. മോഷണത്തിന് പിന്നിൽ 4-അംഗ സംഘമെന്ന് സൂചന. തൃശൂർ അതിരപ്പള്ളിയിൽ കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കുളിരാംതോട് പ്ലാന്റേഷൻ മേഖലയിലൂടെ സഞ്ചരിച്ച കാറിന് നേരെയാണ് കാട്ടാനയാക്രമണം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി ആന തകർത്തു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് മടിക്കയിൽ ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നീലേശ്വരം തട്ടാച്ചേരി സ്വദേശി വിജയനാണ് മരിച്ചത്. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത ശേഷം വിജയൻ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജർമ്മനിയിലെ ഡ്യൂസൽഫോർഡിൽ ഓണം ആഘോഷിച്ച് മല്ലൂസ് ഇൻ ജർമ്മനി കൂട്ടായ്മ. ഓണാഘോഷത്തിൽ പങ്കെടുത്ത് 1000-ലധികം മലയാളികൾ. CJ ഇവന്റ്സിനൊപ്പം ചേർന്നുള്ള ആഘോഷത്തിന് അധിൻ, നിവേദ്, ചിഞ്ചു എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ മമ്പാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 3 വയസ്സുകാരനും മാതാവിനും ദാരുണാന്ത്യം. മമ്പാട് നടുവക്കാട് ചീരക്കുഴിയിൽ ഷിജുവിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയും മകൻ ധ്യാൻ ദേവുമാണ് മരിച്ചത്. സ്കൂട്ടറിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണം. ഉദയംപേരൂർ പഞ്ചായത്ത് പാലിയേറ്റീവ് കെയറിന് സഹായഹസ്തവുമായി പറവൂർ ബ്രദേഴ്സ്. വീൽചെയർ അടക്കമുള്ള ഉപകരണങ്ങൾ കൈമാറി. ഉദയംപേരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാവിത്രി IK ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കരാറടിസ്ഥാനത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 10. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ PG ഡിപ്ലോമ ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 23. ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ MTech ട്രാൻസ്ലേഷണൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 19 രാവിലെ 9 മണിക്ക്. ഇനി ദേശീയ വാർത്തകൾ. മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരോധനം 5 ദിവസത്തേക്ക് കൂടി നീട്ടി. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. നിരോധനം ഈ മാസം 20 വരെ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്കായുള്ള നടപടിക്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. ഇതിനു മുന്നോടിയായുള്ള സെൻസസ് ആരംഭിക്കാൻ നീക്കം. 3ാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ദേശീയ കർമ്മസമിതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകം സംബന്ധിച്ച കേസിൽ കക്ഷി ചേരാനും UN അപേക്ഷ നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് റിപ്പോർട്ട് തേടിയത്. സ്ഥാനാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഏജൻസികൾക്ക് നിർദ്ദേശം. തമിഴ്നാട്ടിലെ കാളപ്പേട്ട് സെൻട്രൽ ജയിലിൽ ബലാത്സംഗ കേസിലെ പ്രതി ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുത്തയ്യൽപേട്ട് സ്വദേശി വിവേകാനന്ദനാണ് മരിച്ചത്. മധ്യപ്രദേശിൽ കാർ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിൽ മയക്കുമരുന്ന് വേട്ട. 30 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. 3 പേർ അറസ്റ്റ്. ത്രിപുരയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ക്രൂര പീഡനം. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ. പ്രതികൾ ഒളിവിലാണ്. അന്വേഷണം ആരംഭിച്ചു പോലീസ്. നോക്കാം രാജ്യാന്തര വാർത്തകൾ. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. വെടിയുതിർക്കാൻ ശ്രമിച്ചയാൾ കസ്റ്റഡിയിൽ. AK-47 തോക്ക് ഉൾപ്പെടെ പിടിച്ചെടുത്തു. ആക്രമണ ശ്രമം ഫ്ലോറിഡയിൽ ട്രംപിന്റെ ഗോൾഫ് ക്ലബിന് സമീപം. ട്രംപിനെതിരായ വധശ്രമത്തിൽ വേറിട്ട പ്രതികരണവുമായി എലോൺ മസ്ക്. ബൈഡനും കമലയ്ക്കും നേരെ എന്തുകൊണ്ട് വധശ്രമം ഉണ്ടായില്ലെന്ന് എക്സിൽ ചോദ്യം. ട്രംപിനെ ആക്രമിക്കാൻ ശ്രമിച്ച റയാൻ റൂത്തിന്റെ ട്രംപ് വിരുദ്ധത സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവച്ച് നിരവധി പേർ. ഗസയിലെ സെയ്റ്റൂണിലും ഷെയ്ഖ് റദാവാനിലും ഇസ്രയേൽ ആക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 10 കുട്ടികളും. യുക്രൈനിലെ 2ാമത്തെ വലിയ നഗരമായ ഖർക്കീവിൽ റഷ്യൻ ബോംബാക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. 42 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 41,206 ആയി.
95,337 പേർക്ക് പരിക്ക്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ബെബിങ്ക ചുഴലിക്കാറ്റ് ഷാങ്ഹായിൽ കരതൊട്ടു. ഷാങ്ഹായ് വിമാനത്താവളത്തിലെ 100-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. 1949-ലെ ഗ്ലോറിയ ചുഴലിക്കാറ്റിന് ശേഷം ഷാങ്ഹായിൽ ആഞ്ഞടിക്കുന്ന ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണിത്. മധ്യ യൂറോപ്പിൽ കനത്ത മഴ, നദികൾ കരകവിഞ്ഞൊഴുകുന്നു. വെള്ളപ്പൊക്കത്തിൽ 8 മരണം, ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. രാജ്യവ്യാപക ബ്ലാക്ക് ഔട്ടിനൊരുങ്ങി ഇക്വഡോർ. രാജ്യത്തെ വൈദ്യുതി സംവിധാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ബുധനാഴ്ച രാത്രി പ്രാദേശിക സമയം രാവിലെ 10 മുതൽ വ്യാഴാഴ്ച രാവിലെ 6 വരെയാണ് ബ്ലാക്ക് ഔട്ട്. നൈജീരിയയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ജയിലിന്റെ മതിൽ തകർന്നു. 300 തടവുകാർ രക്ഷപ്പെട്ടു. ജയിൽ ചാടിയ 7 പേരെ പോലീസ് പിടികൂടി. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഭൂചലനം 6.6 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയും ഇന്ന് കൂടി. ഗ്രാമിന് 6880 രൂപയും 1 പവൻ സ്വർണത്തിന് 55,040 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ അനുസരിച്ച് ഈ മാസം 6-ന് അവസാനിച്ച വാരത്തിൽ വിദേശ നാണയ ശേഖരം $530 കോടി വർധനയോടെ 68,924 കോടി ഡോളറായി. EQS 580 ഇന്ത്യയിൽ അവതരിപ്പിച്ച മെഴ്സിഡസ് ബെൻസ് 1.41 കോടി രൂപ പ്രാരംഭ എക്സ് ഷോറൂം വില. മെഴ്സിഡസ് മേബാക്ക് EQS 680 ലോഞ്ച് ചെയ്ത് 10 ദിവസത്തിനുള്ളിലാണ് ഓൾ ഇലക്ട്രിക് SUVയുടെ ലോഞ്ച് കമ്പനി നടത്തിയിരിക്കുന്നത്. കായിക വാർത്തകൾ. ഫ്രാൻസ് ഇന്റർനാഷണൽ അഡ്രിയൻ റാബിയോ ഒളിമ്പിക്സ് ഡി മാർസെയിൽ ട്രാൻസ്ഫറിലാണ് താരത്തെ ഫ്രഞ്ച് ക്ലബിൽ എത്തിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വൈറൽ അണുബാധ സ്ഥിരീകരിച്ചു. ഈ ആഴ്ച ഇറാഖിലെ അൽ ഷോർട്ടയിൽ നടക്കുന്ന അൽ നാസറിന്റെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് മത്സരം നഷ്ടമാകും. പാകിസ്ഥാൻ ക്രിക്കറ്റ് സെലക്ടർമാരുടെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാൻ ഓൾറൗണ്ടർ ഇമാദ് വസീം. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ബാബർ അസമിനെ പാകിസ്ഥാൻ ക്യാപ്റ്റനായി തിരിച്ചെടുക്കാനുള്ള തീരുമാനം രാജ്യത്തെ എല്ലാവരെയും ഞെട്ടിച്ചുവെന്ന് വസീം. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ആദർശ് ആദി സംഗീത സംവിധാനം ചെയ്ത് ആലപിച്ച ഓണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു. ആൻഡേ സ്റ്റെബിൻ ആണ് വരികൾ എഴുതിയത്. ഓണത്തിന് പുതിയ പാട്ട് പുറത്തുവിട്ട നവ്യ നായരുടെ മാതങ്കി പ്രൊഡക്ഷൻസ് ഓണനിലാപ്പൂവെ എന്ന ആൽബം തിരുവോണ ദിനത്തിൽ റിലീസ് ചെയ്തു. നവിയും താരത്തിന്റെ മാതങ്കി എന്ന ഡാൻസ് സ്കൂളിലെ കുട്ടികളും വീഡിയോയിലുണ്ട്. നോക്കാം വൈറൽ ട്രെൻഡ്സ്. ഈസ്റ്റ് ഹാം ലണ്ടനിലെ മലയാളി റെസ്റ്റോറന്റിന് മുന്നിൽ ഓണസദ്യയ്ക്ക് ക്യൂ നിൽക്കുന്നവരുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ലോകത്തെവിടെയായാലും ഇലയിട്ട് ഓണമുണ്ണാനുള്ള മലയാളികളുടെ ആഗ്രഹമാണ് റെസ്റ്റോറന്റിലെ തിരക്ക് കാണിക്കുന്നത്. വൈറലായൊരു ഡാൻസ് വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ഓണത്തിനൊരു സദ്യയായാലോ? വൈറലായ ഒരു ഓണസദ്യ കാണാം. ഇനി ഫാക്ട് ചെക്ക്. അപകടാവസ്ഥയിലുള്ള കേരളത്തിലെ പാലം എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. കോൺക്രീറ്റ് ഇളകി കമ്പി പുറത്തു കാണുന്ന പാലമാണ് ചിത്രത്തിലുള്ളത്. ഇത് കേരളത്തിലെ പാലമല്ല, ബംഗ്ലാദേശിലെ അംതാലി ഗ്രാമത്തിലെ അപകടാവസ്ഥയിലുള്ള പാലത്തിന്റെ ചിത്രമാണ് തെറ്റായി പ്രചരിക്കുന്നത്. നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്. പാപ്പുവ ന്യൂഗിനിയയിലെ സ്വർണ്ണഖനിക്ക് സമീപം 2 ഗോത്രങ്ങൾ ഏറ്റുമുട്ടി. 20 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോർഗര താഴ്വരയിൽ ഗോത്രവർഗ അക്രമങ്ങൾ തുടരുകയാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒരാൾ മരിച്ചു. 7 പേരെ കാണാതായി. മഴയെ തുടർന്ന് നദികളും തോടുകളും കരകവിഞ്ഞൊഴുകുന്നു. ജപ്പാന്റെ H-2A റോക്കറ്റിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. പുതിയ ലോഞ്ച് തീയതി പിന്നീട് അറിയിക്കുമെന്ന വിക്ഷേപണത്തിന്റെ ചുമതലയുള്ള മിത്സുബിഷി ഹെവി കാലാവസ്ഥ മോശമായതിനാൽ വിക്ഷേപണം മാറ്റിവെച്ചതെന്ന് റിപ്പോർട്ട്. സിഡ്നിയിലെ വടക്കൻ മരിയാന ദ്വീപുകളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിലെ പടക്കം നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ സ്ഫോടനം. 14 പേർക്ക് പരിക്ക്. സ്ഫോടനം അംബേദ്കർ കോണസീമയിലെ അമലപുരത്ത്. ഭോപ്പാലിന് സമീപം 3 വാഗണുകൾ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമില്ല.
ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.